കഴിച്ചോ? കഴിച്ചോ? ഹായ് ഓൾ, അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ 4 മണിക്ക് എണീറ്റിട്ടുണ്ട് കേട്ടോ. രാത്രി ഒന്നും ശരിക്കും ഉറക്കം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 4 മണിക്ക് എണീറ്റ സമയത്ത് ഞാൻ തഹജ്ജുദും കൂടെ നിസ്കരിക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് പണികളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് തഹജ്ജുദും കൂടെ നിസ്കരിച്ചു. ഞാൻ എണീറ്റ് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം അടുത്ത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചുച്ചുക്കുട്ടിയും പുറകിൽ വരും കേട്ടോ. എൻ്റെ പുറകിൽ വന്നിട്ട് ഇങ്ങനെ ഹാളിൽ വന്നിട്ട് അവളും കൂടെ ഇങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ താജ് നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വേറെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പുറത്തേക്ക് പോകുന്നത് അത്യാവശ്യം കുറച്ച് വെളിച്ചം വന്നാൽ മാത്രമേ പുറത്തേക്ക് ഇറങ്ങുള്ളൂ കേട്ടോ. പേടിയുണ്ടാണ്. പിന്നെ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറയുമ്പോൾ കുറേ ദിവസമായി നമ്മൾ ശരിക്കും പ്രോപ്പറായിട്ട് വീഡിയോ ഇട്ടിട്ടും പിന്നെ നമ്മുടെ ലഞ്ച് ബോക്സ് റെസിപ്പീസൊക്കെ കാണിച്ചിട്ടൊക്കെ അല്ലേ. അപ്പോൾ ഇന്നത്തെ ദിവസം ഏതായാലും അങ്ങനത്തെ ഒരു വ്ളോഗ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. നമ്മുടെ റനക്കുട്ടിക്ക് 10th ആണ് അവൾ. അപ്പോൾ അവളുടെ പ്രീ ബോർഡ് എക്സാമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. രാവിലെ നേരത്തെ പോയി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് വരും. അപ്പോൾ രാവിലെ എന്തെങ്കിലും കഴിക്കാൻ മാത്രം കൊടുത്തയച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ മുട്ടദോശ കൊടുത്തയക്കാമെന്ന് വിചാരിച്ചു. മുട്ടദോശയിൽ ലെറ്റ്യൂസും കൂടെ വെച്ചിട്ട് കുറച്ച് സോസും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറിയൊന്നും ആവശ്യമില്ല. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്നും കൂടെ ഇതിൽ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മൾ ഇന്ന് ലഞ്ച് ബോക്സിനായിട്ട് നമ്മൾ റെഡിയാക്കുന്നത് സ്വീറ്റ് കോൺ റൈസാണ്. അതിൻ്റെ റെസിപ്പി നമ്മൾ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കമൻറ്റ് ഇടുക. അതെനിക്ക് വായിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാവും. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് വെച്ചേക്കാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒത്തിരി കൂട്ടുകാരുണ്ട്. പറ്റുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്വീറ്റ് കോൺ റൈസിന് വേണ്ടിയിട്ട് ബാസ്മതി റൈസാണ് എടുക്കുന്നത്. ബാസ്മതി റൈസ് നമ്മൾ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ കഴിക്കാം കേട്ടോ. നമ്മൾ സാധാ റൈസ് പോലെയല്ല, അധികം കാലറി ഒന്നും നമുക്ക് കയറില്ല. പിന്നെ ഈ ഒരു റൈസ് ബോക്സ് വന്നിട്ട് നമ്മൾ മുമ്പ് ഇക്സോറിയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. റൈസ് വേവിക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഇടുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മിക്കവാറും അപ്പുറത്തല്ലേ കുക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് സാധനങ്ങളൊക്കെ അപ്പുറത്തായിരിക്കും. അപ്പോൾ ജനൽ തുറന്ന് വെച്ചിട്ട് അതിൽ കൂടെ എടുക്കുകയാണ് കേട്ടോ. നിങ്ങൾ ഒരുപാട് പേര് എന്നോട് ചോദിക്കില്ലേ എന്താണ് ഗ്യാസ് അടുപ്പിൽ കുക്ക് ചെയ്യാത്തത് എന്നുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ തീൻ്റെ ഒരു കളർ കണ്ടില്ലേ. ഇവിടെ ഗ്യാസ് അടുപ്പ് കുറച്ച് കംപ്ലൈൻ്റ് ആണ്. പിന്നെ രാവിലെ നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് ഇറങ്ങി വന്ന് കുക്ക് ചെയ്യുന്നത് അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഉള്ളിൽ വേറെ പുതിയ ഗ്യാസ് സ്റ്റവ് വാങ്ങുന്നവരെ ഇങ്ങനെ ഇരിക്കും. സാധാരണ ഞാനിതുപോലെ ഗ്യാസ് സ്റ്റവ്
കത്തിച്ചിട്ട് കത്താത്ത ഭാഗങ്ങളൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്തിട്ടാണ് കളയുന്നത്. മനഃപൂർവ്വം ഞാൻ അങ്ങനെ ഇട്ടതാണ്. എന്നോട് കുറേ പേര് ചോദിക്കുന്നുണ്ടല്ലോ എന്താണ് കറണ്ട് അടുപ്പ് മാത്രമേ യൂസ് ചെയ്യുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് എല്ലാ വീഡിയോയിലും പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കറണ്ട് അടുപ്പ് യൂസ് ചെയ്യുന്നത്. ഇത് ഇപ്പുറത്തെ ലൈറ്ററിൻ്റെ പ്രോബ്ലം അല്ല, ഗ്യാസ് സ്റ്റൗവിൻ്റെ പ്രോബ്ലമാണ്. ചിലപ്പോൾ അങ്ങനെ ഫുള്ളായിട്ട് ഓഫായി പോകും, ചിലപ്പോൾ സെൻറ്ററിൽ മാത്രമേ കത്തുള്ളൂ. അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ പുതിയ ഗ്യാസ് സ്റ്റവ് വാങ്ങുന്നവരെ നമ്മൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അതേ ഞാൻ ഒരു കയ്യിൽ മാവെടുത്ത് ദോശ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു മുട്ട അതുപോലെ, ഇതെല്ലാവർക്കും അറിയായിരിക്കും, ഞാനെങ്കിലും ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മുട്ട അതുപോലെ ഒഴിച്ചിട്ട് ജസ്റ്റ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഉപ്പ്, കുരുമുളക് പൊടി, നിങ്ങൾക്ക് ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ പൊടി ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഉപ്പും കുരുമുളക് പൊടി അത്യാവശ്യം നന്നായിട്ട് ഇട്ട് കൊടുക്കാമെങ്കിൽ നമ്മൾ കറി ഇല്ലാത്തതല്ലേ, അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ട് വരാനും വേണ്ടിയിട്ട്. അതിനുശേഷം ഞാൻ കുറച്ച് നെയ്യും കൂടെ മേലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ടുണ്ടാവും. കറിയൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ള ദിവസങ്ങളാണ്, മുട്ടയുണ്ട് മാവുണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവരെന്തായാലും കഴിക്കൂട്ടാ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മറിച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മറിച്ചിട്ട് ഒന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട്, ഇനിയുള്ളത് എൻ്റെ ഓൺ പ്രൊഡക്ഷനാണ് കേട്ടോ, എൻ്റെ ഒരു ഐഡിയക്ക് ഞാൻ ചെയ്യുന്നതാണ്. എൻ്റെ കയ്യിൽ കുറച്ച് ലെറ്റ്യൂസ് ഉണ്ടായിരുന്നു, പിന്നെ ഈ ഒരു സോസും കൂടി ഉണ്ടായിരുന്നു. കെച്ചപ്പും സോസും കൂടെ മിക്സ് ചെയ്ത് എന്തോ ഒരു സംഭവമില്ലേ, അതാണ് കേട്ടോ. അപ്പോൾ അത് മൊത്തത്തിൽ നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ഹോട്ടലിലൊക്കെ ഈ റോളൊക്കെ വാങ്ങുന്ന ഏകദേശം ആ ഒരു ടേസ്റ്റ് വരാനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ചിക്കനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ലെറ്റൂസും കൂടെ വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുത്ത് അവൾക്ക് പോകുമ്പോൾ അങ്ങനെ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ബസ് വരാൻ ലേറ്റ് ആയിട്ടോ എന്നെ ഹസ്ബൻഡ് ചീത്ത പറഞ്ഞിട്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇപ്പോൾ എപ്പോഴും നമുക്ക് മൾബറി അവൈലബിൾ ആയതുകൊണ്ട് മക്കൾ പോകുന്ന സമയത്ത് രാവിലെ ഒരെണ്ണം കഴിക്കാൻ കൊടുക്കും. ആൾ കയ്യിൽ പിടിച്ചിട്ട് കഴിക്കണേന് എൻ്റെ ഹസ്ബൻഡ് ചീത്ത പറയായിരുന്നു കേട്ടോ. പിന്നെ അതിനുശേഷം ഞാൻ നേരെ വന്ന് ബെഡ്റൂമിലേക്ക് എത്തി. എനിക്ക് കുറച്ച് മടക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികളൊക്കെ എണിപ്പിച്ചു. ഇനിയിപ്പോൾ റനക്കുട്ടി പോയി കഴിഞ്ഞാൽ കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് കിട്ടും. ആ ഒരു ടൈമിൽ ഞാൻ കുട്ടികളൊക്കെ സോഫയിൽ കൊണ്ട് കിടത്തിയിട്ട് പിന്നെ ബെഡൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിച്ചിട്ട് ഇനിയൊരു സംഭവം കൂടെ പരിചയപ്പെടുത്തി തരാവേ. ഇപ്പോൾ മാമാർത്തിൻ്റെ ഒരു 1 ബോട്ടിൽ ചാലഞ്ച് നടക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു മാമാർത്തിൻ്റെ വൈറ്റമിൻ സി ഡെയിലി ഗ്ലോ ഫേസ് സീറം ഇല്ലേ, ഇത് വന്നിട്ട് 1 ബോട്ടിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ റൊട്ടീൻ ആക്കിയിട്ട് മോർണിംഗും രാത്രിയും നമ്മൾ 2 നേരം ഒരു ദിവസം തേച്ച് ഫുള്ളായിട്ട് ഈ ബോട്ടിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് നല്ല നാച്ചുറലായിട്ട് ഗ്ലോ ആയിട്ടുണ്ടാകും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ 5% വൈറ്റമിൻ സിയും അതുപോലെ 5% നയാസനമൈഡും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ടെർമറിക്കും കൂടെ അടങ്ങിയിട്ടുണ്ട്. ഇതിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി വന്നിട്ട് നമ്മുടെ സ്കിന്നിനെ നാച്ചുറലായിട്ട് ഗ്ലോ ആക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ 5% നയാസിനമൈഡ് വന്നിട്ട് നമ്മുടെ സ്കിന്നിൽ ഈവൻ ടോൺ നിലനിർത്തും. അതായത് അൺഈവൻ ആയിട്ടുള്ള ടോണൊക്കെ മാറ്റിയിട്ട് ഈവൺ ആക്കി സ്കിൻ ടോണിനെ നിലനിർത്തും. പിന്നെ അതുപോലെ ഇതിൽ അടങ്ങിയിരിക്കുന്ന ടെർമറിക്ക് നാച്ചുറലി നമുക്കൊരു ഗ്ലോ ഉള്ളിൽ നിന്ന് തന്നെ നൽകും കേട്ടോ. മാമാർത്തിന്റെ തന്നെ വൈറ്റമിൻ സി ഡെയിലി ഗ്ലോ ഫേസ് ക്രീം തേക്കുന്നതിനേക്കാളും 50 മടങ്ങ് നമുക്ക് ഇത് ഗുണം കിട്ടുന്നുണ്ട് എന്നാണ് കേട്ടോ പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഇത് കാണിച്ചു തരാം. ടെക്സ്ചർ വന്നിട്ട് ഇത് അതുപോലെയാണ് ഉള്ളത്. ഇത് വന്നിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഫേസിലും നെക്കിലും ഒക്കെ ഒരേപോലെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം സർക്കുലർ മോഷനിൽ. പെട്ടെന്ന് ബിഫോർ ആൻഡ് ആഫ്റ്റർ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ക്വിക്കായിട്ട് അബ്സോർബ് ചെയ്യും. അതുപോലെ ലൈറ്റ് വെയിറ്റ് ആണ്. സ്റ്റിക്കിനെസ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇത് കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവും കേട്ടോ. 1 ബോട്ടിൽ ഫുള്ളായിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫുൾ പവറും അതായത് വൈറ്റമിൻ സിൻ്റെ 50x ആ ഒരു പവർ നമുക്ക് സ്കിന്നിൽ കിട്ടിയിട്ട് നമ്മുടെ സ്കിന്നിനെ ഗ്ലോ ആക്കാനും വേണ്ടിയിട്ട് അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ഇതിൻ്റെ ഒരു മെയിൻ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ഗ്ലോ സിറമാണ്. പിന്നെ ഒരു 30 ml 399 മാത്രമേ ഉള്ളൂ. പിന്നെ മാമാർത്തിൻ്റെ എല്ലാ പ്രോഡക്ട്സും ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, പർപ്പിൾ എല്ലാറ്റിലും അവൈലബിൾ ആണ്. അതേപോലെ അവരുടെ വെബ്സൈറ്റ് ആപ്പിലും അവൈലബിൾ ആണ്. ഇപ്പോൾ ഓഫ്ലൈനിലും കിട്ടുന്നുണ്ട്. ഏതെങ്കിലും ഷോപ്പിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എനിക്കൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ നിന്നോ ആപ്പിൽ നിന്നോ വാങ്ങുന്ന സമയത്ത് എൻ്റെ കൂപ്പൺ കോഡായ സിലു 2024 എന്ന് അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 20% ഡിസ്കൗണ്ടും കൂടി കിട്ടും. പിന്നെ എപ്പോഴും പറയുന്ന പോലെ മാമാർത്തിന്റെ ഒരു പ്ലാൻ ഗുഡ്നസ് ഇനീഷ്യേറ്റീവ് ഉണ്ട്. അപ്പം നമ്മൾ മാമാർത്തിന്റെ ഓരോ പ്രോഡക്റ്റും വാങ്ങുന്ന സമയത്ത് അവരുടെ സൈറ്റിൽ ഒരു ട്രീ ആയിട്ട് അവർ അത് ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2025 ആകുമ്പോഴേക്കും 1 മില്യൺ ട്രീ നടന്നതിൽ നമ്മളും ഒരു ഭാഗമാവും. അപ്പോൾ ഇത് വാങ്ങാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ പ്രൊഡക്റ്റ് ടാഗ് ചെയ്തും കൊടുക്കുന്നുണ്ട്. കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇനിയിപ്പോൾ ഞാൻ ബാക്കി ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമ്മുടെ ബാക്കി പരിപാടികളും കൂടെ ചെയ്യാൻ തുടങ്ങും.
അങ്ങനെ ഒരാളെ പറഞ്ഞിച്ച സംതൃപ്തിയിൽ വേഗം കിച്ചണിലേക്ക് ഓടി വന്ന്. പിന്നെ ഇത് വന്നിട്ട് ഹൂക്കാണ് കേട്ടോ. പക്ഷെ എനിക്കിത് ഹൂക്ക് പോലെ ഇങ്ങനെ ചുമരിൽ ആണി ആക്കി തരാൻ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് അങ്ങനെ വെക്കുന്നതിനേക്കാളും ഇങ്ങനെ ടേബിൾ പോലെ അവിടെ ഒരു 3 പേര് ഇന്ന് സംസാരിക്കുന്ന പോലെ തോന്നിയിട്ട് എപ്പോഴും ഞാൻ കൗണ്ടർ ടോപ്പിലാണ് കേട്ടോ സംഭവം വെക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുട്ടി മിനിയേച്ചർ ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യിട്ടാ. ഇനിയിപ്പോൾ അടുത്തത് ചെറിയ കുട്ടികളുടെ മെയിൻ പരിപാടി, നമ്മുടെ ലഞ്ച് ബോക്സ് പരിപാടിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഡെയിലി നമ്മളാണെങ്കിലും കുട്ടികളാണെങ്കിലും ഓരോ മുട്ട കഴിക്കുന്നത് നല്ലതാണ്. കുറേ ദിവസമായിട്ട് അമ്മ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, മുട്ട കഴിക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നോടും പറയുന്നതാണ്. ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എൻ്റെ തിരക്കുകളിലൊക്കെ പെട്ടിട്ട്. അപ്പോൾ ഇന്ന് തൊട്ടിട്ട് വീണ്ടും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ 4 മുട്ട പുഴുങ്ങാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചൂടുവെള്ളം, നല്ല ചൂടുള്ള വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കുക്ക് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ പെട്ടെന്ന് ആയി കിട്ടും. ഈ രാവിലെ എണിച്ചിട്ടുള്ള ഈ തിരക്കുകൾക്ക് നമുക്ക് നന്നായിട്ടൊരു ഹെൽപ്ഫുൾ ആവുന്ന ഒരു സംഭവമാണ് കേട്ടോ ചൂടോടുകൂടെ വെള്ളം ഉണ്ടാവുക എന്നുള്ളത്. ഇനി നമ്മുടെ സ്വീറ്റ് കോൺ റെസിപ്പിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തേക്കാണ്. ബ്രൊക്കോളി ഉണ്ടായിരുന്നു, അപ്പോൾ ഇനി അത് വാടി പോണ്ടാന്ന് വിചാരിച്ചിട്ട് അതും കൂടെ എടുക്കുന്നുണ്ട്. ഈ സ്വീറ്റ് കോണും സാധാ ചോളവും ഒന്നല്ല, രണ്ടും വേറെ വേറെ തന്നെയാണ്. ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ടാവും, പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ അതുപോലെ ചെറുതായിട്ടൊരു മധുരം ഉണ്ടാവും. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതുപോലെ ഒന്നും നമുക്ക് ഫുള്ളായിട്ട് വേവിച്ചിട്ട് ഇങ്ങനെ എടുക്കാം, വെറുതെ കഴിക്കാൻ കൊടുക്കുകയാണെങ്കിൽ. പക്ഷേ ഞാനത് റൈസ് ഉണ്ടാക്കുന്നതായതുകൊണ്ട് പച്ചയ്ക്ക് തന്നെ ഇങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ സ്വീറ്റ് കോൺ. അൽസിമേഷ് പോലെയുള്ള മറവി രോഗം അതൊക്കെ കുറവാക്കാൻ, പിന്നെ അതുപോലെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും ഗുഡ് കൊളസ്ട്രോൾ കൂട്ടാനും ഒക്കെ തന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടാവും, വാങ്ങുക. നിങ്ങളും കഴിക്കുക, മക്കൾക്കും കൊടുക്കുക കേട്ടോ. അവർക്ക് നന്നായിട്ട് ഇഷ്ടമാവും കേട്ടോ. പിന്നെ അതേ ഞാൻ മുട്ട വെന്തിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. അതിൽ അടിയിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് വെള്ളം കഴിയുമെന്ന് വെച്ചാൽ തനിയെ ഓഫാവും കേട്ടോ അത്. ഞാനിപ്പോൾ റൈസിലേക്ക് എന്തൊക്കെ വെജിറ്റബിൾസാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്യാബേജ്, മുട്ടക്കോസ് എടുക്കുന്നുണ്ട്, പിന്നെ ബ്രൊക്കോളി കുറച്ചുള്ളത്, പിന്നെ നമ്മുടെ സ്വീറ്റ് കോൺ, ഇതൊക്കെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കുറച്ച് മല്ലിയിലയും കൂടെ കട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഏകദേശം ഒരു ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ ആ ഒരു അനിയനോ ചേട്ടനോ അല്ലെങ്കിൽ അനിയത്തിയായിട്ടൊക്കെ വരും. പക്ഷെ അത്രയും പ്രൊഡക്ട്സ് ഒന്നും നമ്മൾ ഇടുന്നില്ല. നമ്മുടെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഏറ്റവും കൂടുതലായിട്ട് എന്താണോ ഇടുന്നത് അതാണ് കേട്ടോ റൈസ്. അപ്പോൾ ഇന്ന് ഞാൻ സ്വീറ്റ് കോൺ ഇടുന്നതുകൊണ്ട് അതാണ് കേട്ടോ നമ്മുടെ റൈസ്. പിന്നെ അതേ ചോറ് റെഡി ആയിട്ടുണ്ട്, റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് ഊറ്റി വെള്ളം കളഞ്ഞു വെക്കണം. അടുത്തത് വലിയ ഇതുപോലത്തെ ഒരു കടായാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് നമ്മുടെ ഷോപ്പിൽ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ സ്വന്തം പ്രൊഡക്റ്റ് ആയിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം ഇല്ല. പിന്നെന്താണ് അങ്ങനെ ഒരു കടായിലേക്ക് ഞാൻ ഒരു 2 സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജീസ് ഓരോന്നായിട്ട് ആഡ് ചെയ്യാം. ഈ വെജിറ്റബിൾസ് എല്ലാം തന്നെ ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന, അല്ലെങ്കിൽ ഒരു 75% മാത്രം വെന്താൽ മതിയാവുന്ന സംഭവമാണ്. ഇനി അതിലേക്ക് കുറച്ച് ഗാർലിക് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അതും നമ്മുടെ ഓൺ പ്രൊഡക്റ്റ് തന്നെയാണ്. പിന്നെ കുറച്ച് ജീരകപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഗരം മസാല, ഒരു നുള്ളു മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കിച്ചുമണി എണീറ്റിട്ടുണ്ട്. ആള് നമ്മൾ അടുത്തില്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എണീക്കും കേട്ടോ. അങ്ങനെ കുറേ നേരം ആട്ടി നോക്കിയാലും ആൾ ഉറങ്ങൂല. അപ്പോൾ പിന്നെ ആൾ ഒറ്റയ്ക്ക് തന്നെ എണീറ്റ് വന്നിരിക്കുകയാണ്. പിന്നെ അവളെയും വെച്ചിട്ടാണ് കേട്ടോ ബാക്കി ഞാൻ കുറച്ച് നേരം ഇളക്കൽ പിടിക്കൽ മാത്രം ഒന്ന് ചെയ്ത്. അല്ലാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അവളിനെ ഒഴിവാക്കിയെന്നുണ്ടെങ്കിൽ പിന്നെ ഹലാക്കിൻ്റെ കരച്ചിലായിരിക്കും. വെജീസൊക്കെ ഒരു 60% വെന്തോന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വെന്ത ചോറ് കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ചിലപ്പോൾ ചോറ് കൂടുതലായിരിക്കും, മസാല മീൻസ് ഈ വെജീസൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ചോറിന് തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് നോക്കിയിട്ട് മാത്രമേ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ.
പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന മല്ലിയിലയും കൂടെ ഒന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പോ മുന്തിരോ ഒക്കെ വെച്ചിട്ട് താളിക്കാം. എനിക്ക് അതിനുള്ള സമയം ഇല്ലാത്തത് കൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് ടിഫിനിലേക്ക് ആക്കാനും വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മുട്ട വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഒരു സംഭവം കൂടെ ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ഉമ്മമാർക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ഉണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ അതെനിക്ക് ഉണ്ടാക്കാനുള്ള ടൈമേ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവിടെയും ഇവിടെയും മാറി മാറി കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻഷാല്ല ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ആ ഡ്രിങ്ക് ഉണ്ടാക്കി കാണിച്ചു തരാം. പാല് വർദ്ധിക്കാനും ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് കമൻറ്റിലൂടെ പറയും. സപ്പോസ് ഞാൻ ചിലപ്പോൾ മറന്നു പോകാനും ചാൻസ് ഉണ്ട് കേട്ടോ. എനിക്ക് അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്. ഓടിയാ ഓടിയാ ബാ ആ ഇരിക്കേ. അല്ല 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 ഇരുന്ന് കഴിച്ചോ അയച്ചോ അയച്ചോ എനിക്ക് ബാ ബാ ചുച്ചു ബാ ബാ. ഫുഡെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം പെട്ടെന്ന് ഇനി നമുക്ക് ചെയ്ത് തീർക്കേണ്ട പണിയെന്ന് പറയുമ്പോൾ ഇവരെ രണ്ടുപേരെയും കുളിപ്പിക്കലാണ് കേട്ടോ. ഇവരെ ബാത്റൂമിലേക്ക് അങ്ങോട്ട് എത്താൻ തന്നെ എന്ത് പാടാണെന്ന് അറിയോ. കൊഞ്ചി പിടിച്ച് മെല്ലെ കൊണ്ടുപോകണം. അല്ലാന്നുണ്ടെങ്കിൽ കരച്ചിൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് കരച്ചിലായിരിക്കും. അപ്പം അങ്ങനെ ഇങ്ങനെ രണ്ടുപേരെയും കുളിപ്പിച്ച് അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട്. യൂണിഫോം ഇനി അടുത്തത് ഇട്ട് കൊടുക്കണം. അതിൻ്റെ ഗ്യാപ്പിൽ ഞാൻ വേഗം ടിഫിനൊക്കെ റെഡിയാക്കാനും വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇച്ചു ബേബിൻ്റെ ചെയറിലൊക്കെ ഇരുത്തി നോക്കി ആൾക്കിപ്പോൾ ഭയങ്കര വളവാണ്. എണീറ്റ് ഇങ്ങനെ നിൽക്കും. ഞാൻ അതിൻ്റെ ഗ്യാപ്പിൽ വേഗം കുട്ടികൾക്ക് കൊടുത്തു വിടാനുള്ള കുക്കുംബറും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. പിന്നെ നമ്മൾ ഫ്രൂട്ട്സിൽ ഇന്ന് കൊടുക്കുന്നത് കിവിയാണ്. കിവി ഇത് ശരിക്കും പറഞ്ഞാൽ വാങ്ങി വെച്ചിട്ട് എത്രയോ ദിവസമായിട്ടോ. ഒരെണ്ണം റനക്കുട്ടി എടുത്ത് അടിച്ചു മാറ്റി, ബാക്കി രണ്ടെണ്ണം ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരെണ്ണത്തിൽ മക്കൾക്ക് ഇന്ന് ടിഫിൻ ബോക്സിൽ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അവർ കുറേ ദിവസമായിട്ട് ചോദിച്ചുകൊണ്ടേ ഇരിക്കണം, അമ്മീ കിവി എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. പഴുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് പിന്നെ കൊടുക്കാതിരുന്നത്. പിന്നെ അതേ നമ്മുടെ അടുത്ത മെയിൻ കലാപരിപാടി ടിഫിൻ ബോക്സ് റെഡിയാക്കലാണ്. ഇത് ഷോർട്സിനും വേണ്ടി ഷൂട്ട് ചെയ്തതായതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ടൊന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. ജസ്റ്റ് ഞാൻ ഇതിലിങ്ങനെ ആഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഹയാൻകുട്ടന് ഒരു 2 കമ്പാർട്ട്മെൻറ്റിൽ ഫുള്ളാക്കിയിട്ട് ചോറാക്കി. അവനക്ക് തികയില്ല, ബാക്കി അവർക്കൊക്കെ ഓക്കെ ആണ് കേട്ടോ. പിന്നെ നമ്മുടെ മക്കൾക്ക് കുക്കുമ്പറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ചെറുതിനേ കൊടുത്ത് ശീലിച്ചത് കൊണ്ട് അവർ കഴിച്ചോളും. അപ്പോഴേക്ക് ഇച്ചു ബേബി അവളുടെ മുട്ടയ്ക്കും പുറമെ എൻ്റെ ഫുൾ മുട്ട കണ്ടപ്പോൾ അവൾ എടുത്തിരുന്ന് കഴിക്കാൻ തുടങ്ങി. പിന്നെ ഇതേ നമ്മൾ ടിഫിൻ ബോക്സ് റെഡിയാക്കിയിട്ട് 2 പ്രാവശ്യം നമ്മൾ പാക്ക് ചെയ്യുന്നുണ്ട്. ഒരിക്കൽ വന്നിട്ട് ഷോർട്സിന് വന്നിട്ട് ക്യാമറ കുത്തനെ ഇങ്ങനെ പിടിക്കണം, നമ്മൾ യൂട്യൂബിനും ഇങ്ങനെ കുറുകനൊക്കെ പിടിക്കണം. അപ്പോൾ 2 പ്രാവശ്യം എടുത്തിട്ട് 2 പ്രാവശ്യം ഓപ്പൺ ചെയ്തിട്ട് ക്ലോസ് ചെയ്യാണ് കേട്ടോ. പിന്നെ അടുത്ത പരിപാടി മിക്ക വീഡിയോസിലും നമ്മൾ കാണിക്കാറില്ല, കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്നത് കാണിക്കാറില്ല. അപ്പോൾ എല്ലാവരും ചോദിക്കും മക്കൾക്ക് ഫുഡ് കൊടുക്കാതെ ആണോ പറഞ്ഞയച്ചത്, കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. നമുക്കെല്ലാം ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് രാവിലെ തിരക്ക് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അതിൻ്റെ ഇടയിൽ കൂടി ഈ ക്യാമറയും പിടിച്ചിട്ട് എല്ലാം ചെയ്യണം എന്ന് പറയുമ്പോൾ കുറച്ച് പാടില്ല. അതുകൊണ്ട് ചില ദിവസങ്ങളിലല്ല, മിക്ക ദിവസങ്ങളിലും അതൊന്നും ഷൂട്ട് ചെയ്യാറില്ല. അതാണ് കേട്ടോ നിങ്ങൾ കാണാത്തത്. അപ്പോൾ ഇന്ന് ഏതായാലും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഫുഡും കൂടെ അവർക്ക് കൊടുക്കുന്നതും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആൾക്ക് അവരുടെ ടിഫിൻ ബോക്സ് വന്ന് വാങ്ങിക്കൊണ്ട് പോവാണ് കേട്ടോ. അങ്ങനെ 4 മക്കളും സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അടുത്ത നമ്മുടെ കലാപരിപാടി എന്ന് പറയുമ്പോൾ വീണ്ടും കിച്ചൺ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യണം. നമ്മൾ വൈറ്റ് കൗണ്ടർ ടോപ്പ് ആയതുകൊണ്ട് നിങ്ങൾ ചോദിക്കാറില്ലേ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നുള്ളത്. നമ്മളിങ്ങനെ ഓരോ പണി കഴിയുമ്പോഴും നമുക്ക് തുടയ്ക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റ് കൗണ്ടർ ടോപ്പ് വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു ബേജാറായിരിക്കും, ആ കറ പിടിക്കുമോ ഈ കറ പിടിക്കുമോ എന്നുള്ളത്. പക്ഷേ ഇതുവരെ വലിയ കുഴപ്പമൊന്നുമില്ല, തുരുമ്പിൻ്റെ ഒരു കറ മാത്രം ഇങ്ങനെ പിടിക്കുന്നുണ്ട്.
പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വേഗം ബേബീനെ കുളിപ്പിച്ച് ഉറക്കി, ഫുഡൊക്കെ കൊടുത്ത് ഉറക്കിയതിന് ശേഷം വേഗം വന്ന് കുറേ തുണികൾ അലക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഓരോ റൂമിൽ നിന്ന് പെറുക്കിയെടുത്ത് വന്ന് അത് അലക്കാനിട്ടു. ചിലത് ഉണക്കാനിടാനുണ്ടായിരുന്നു, അത് ഉണക്കാനിട്ടു. പിന്നെ എൻ്റെ ഇക്കാൻ്റെ ഡ്രസ്സുകൾ മൊത്തം ഇങ്ങനെ വാതിലിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കും. നമ്മൾ പോയി എടുത്തു കഴിഞ്ഞാൽ നല്ല ചീത്ത പറയും. കുറേ മല പോലെ ആവുന്ന സമയത്ത് മാത്രമേ നമുക്ക് എടുക്കാനുള്ള അവകാശമുള്ളൂ. അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അലക്കാനായിട്ട് ഇടുന്നുണ്ട് കേട്ടോ. ഈ വാഷിംഗ് മെഷീൻ വന്നിട്ട് വാങ്ങിയിട്ട് എത്ര വർഷമായി എന്നറിയോ? 11 കൊല്ലത്തോളമായി ഈ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിയിട്ട്. ഇടയ്ക്ക് മാത്രം ചെറിയൊരു കംപ്ലൈൻ്റ് ഉള്ളൂ. LGൻ്റെ ആണ് കേട്ടോ, നല്ല സാധനം. പിന്നെ അതിനുശേഷം ഞാൻ വീണ്ടും റൂമിലേക്ക് മെല്ലെ ഇവിടെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചാൽ ആദ്യം ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും നമ്മുടെ കാൽ സൗണ്ട് കേട്ടതും ബേബി എണീക്കും. അപ്പോൾ ബേബിനെ ജസ്റ്റ് ഒന്ന് ആട്ടിയിട്ട് ബെഡ്ഷീറ്റും പില്ലോ കവറും എല്ലാം ഒന്ന് മാറ്റിയിട്ട് വേറെ വിരിച്ചതാണ്. ഞാൻ നാളേക്ക് വിരിക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ നോക്കിയപ്പോൾ ഒരുപാട് മുഷിഞ്ഞ പോലെ തോന്നിയപ്പോൾ ജസ്റ്റ് എല്ലാം ഒന്ന് മാറ്റിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹയാൻകുട്ടൻ്റെ കട്ടിൽ ഇതാണ്. പക്ഷെ ഉപകാരം ഇല്ലാണ്ടായി എന്ന് വേണം മക്കൾ പറയാൻ. എല്ലാവരും നമ്മുടെ റൂമിലാണ് കിടക്കുന്നത്. പിന്നെ ഈ ബെഡ് താഴെ ഇട്ടിട്ട് കിടക്കും കേട്ടോ. അപ്പം അതിൻ്റെ അടിയിൽ നമുക്ക് കളഞ്ഞു പോയ എല്ലാ സാധനങ്ങളും കട്ടിലോ എവിടെയെങ്കിലുമൊക്കെ ബാക്കി മേലൊക്കെ ഉണ്ടാവും. അതെല്ലാം പെറുക്കി എടുത്ത് കൊണ്ടുവന്ന് ഓരോന്ന് കൊണ്ടുവന്ന് പിന്നെ സോഫയൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ് വിരിച്ചപ്പോൾ ഇതിൻ്റെ അടിയിലുണ്ടല്ലോ ലോകത്തില്ലാത്ത ഉമ്മയും വാപ്പിയും അല്ലാത്ത ബാക്കി എല്ലാ സംഭവങ്ങളും ഉണ്ടെന്ന് പറയില്ല. അമ്മാതിരി എല്ലാ തിന്നതിൻ്റെ വേസ്റ്റും പെൻസിലുകളും തലയിൽ വയ്ക്കുന്ന ബണ്ണും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ, റിമോട്ടും ചീർപ്പും ഒക്കെ അതിനകത്തുണ്ടാവും. അപ്പോൾ അങ്ങനെ അതൊക്കെ കുറേ കുടഞ്ഞ് തട്ടി വിരിച്ച് പിന്നെ വെക്കാനുള്ള സംഭവങ്ങളൊക്കെ വെച്ച് ഇനി ഫുള്ളും ക്ലീനിങ് ആണ് കേട്ടോ. ഒരു 10-12 മണി വരെ ഫുൾ ക്ലീനിങ് കാര്യങ്ങളാണ്. പിന്നെ രാവിലെ നേരത്തെ തന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് നമ്മൾ കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്ലീനിങ് കൂടെ കഴിഞ്ഞാൽ ഇന്ന് വെള്ളിയാഴ്ചയല്ല. അപ്പോൾ സുഹൃത്ത് കാഫൊക്കെ ഓതിയിട്ട് കുറച്ച് നേരം സമാധാനത്തിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്രെയർ ചെയ്യാനുള്ള ഒരു ടൈം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിക്കുകയാണ്. പിന്നെ ഈ ഒരു ചൂല് വന്നിട്ടും ഇവിടെ ക്ലീൻ ചെയ്യാൻ വരുന്നവർക്ക് ഇങ്ങനത്തെ ചൂല് വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ. ഞാൻ സാധാ ചൂല് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതേ അടിച്ചു വാരിയതിൽ കിട്ടിയതാണ്. ഇത്രയും കുപ്പ ചപ്പ് എല്ലാ സംഭവങ്ങളും ഉണ്ടാവും. ചെരുപ്പുകളടക്കം ഉള്ളിലായിരിക്കും കൊണ്ടുവന്ന് ഇടുക. ഇന്നലെ വൈകുന്നേരം നമ്മൾ കുറച്ച് നടക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ സംഭവങ്ങളാണ് ഈ കാണുന്നത്. പിന്നെ ചെരുപ്പക്കുള്ളിൽ പിന്നെ അതേ ഇങ്ങനെ വൃത്തിയായിട്ട് കാണുമ്പോൾ കിട്ടുന്നൊരു സമാധാനം ഉണ്ടല്ലോ, അത് വേറെ എവിടെയും കിട്ടൂല. അത് കഴിഞ്ഞതും റനക്കുട്ടീൻ്റെ റൂമിലേക്ക് വന്ന് നോക്കിയ സമയത്ത് അവൾ ബുക്സ് കാര്യങ്ങളൊക്കെ ബെഡിൻ്റെ മുകളിൽ തന്നെ ഇട്ടിട്ട് പോയിരിക്കുകയാണ്. അറിയാലോ, എക്സാം ആയതുകൊണ്ട് പിന്നെ രാത്രി ഫുള്ളായിട്ട് എപ്പോഴാണ് അവൾ എണിച്ച് പഠിക്കാമെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതും കൂടെ ഒന്ന് ക്ലീനാക്കി വെച്ച് അതിന് ശേഷം ഞാൻ പോയി ഓളെടുത്തിട്ട് വന്ന് നമസ്കാരത്തിന് വേണ്ടിയിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് കഫ് ഓതിയിട്ട് കഫ് ഓതുന്നതിൻ്റെ ഒരു ഇത് ഞാൻ മനസ്സിലാക്കിയത് വന്നിട്ട് ഒന്നോ തലേ ദിവസം വ്യാഴാഴ്ച ഓതാം, അതല്ലാന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണി വരെ ഓതാം എന്ന് കേട്ടിട്ടുണ്ട്. ഏറ്റവും ഉത്തമം നമ്മൾ എന്താ പറയുക ജുമാക്ക് മുമ്പ് നമ്മുടെ ലോഹർ നിസ്കാരത്തിന് മുമ്പ് ഓതുന്നതാണ് നല്ലതെന്നാണ് കേട്ടത്. നിങ്ങൾക്ക് എന്താ അറിയുന്നത്, നിങ്ങളുടെ എന്താ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെയാണ് ഉള്ളത്. നമ്മൾ എത്ര തന്നെ തിരക്കിൻ്റെ ഇടയിൽ കൂടെ ഇരുന്നാലും നമ്മളായിട്ട് വിചാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഇബാദത്ത് മുടക്കേണ്ട ഒരു അവസ്ഥ വരില്ല. ഇപ്പോഴും ചിലർ പറയുന്നുണ്ട് ഇങ്ങനെ മക്കളെയും വെച്ചിട്ട് നിസ്കരിക്കാനൊന്നും പറ്റുന്നില്ല എത്താന്നുള്ളത്. നമ്മൾ മനസ്സിൽ എന്താണോ നിയത്ത് ചെയ്യുന്നത് അതാണ് പഠിച്ചോൻ വർദ്ധിപ്പിച്ച് തരിക. നമുക്ക് നമസ്കരിക്കണം, അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുമ്പോൾ അതിനുള്ള അവസരങ്ങളും നമുക്കുണ്ടാവും. അതല്ല അയ്യോ കുട്ടികളെ നോക്കണം അല്ലെങ്കിൽ വീട്ടിൻ്റെ പണികളുണ്ടെന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മാത്രമേ നടക്കുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കറക്റ്റ് സമയത്തിനൊക്കെ നിസ്കരിക്കാനും മോതാനും ഒക്കെ പറ്റട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാ അല്ലാ ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും. ഇച്ചു ബേബി ഇങ്ങനെ ഇടയ്ക്ക് എണീക്കും. അപ്പോൾ ഞാൻ സൗണ്ട് ഇല്ലാണ്ടാണ് ഓതുന്നത്. ഇടയിൽ കൂടെ ഇങ്ങനെ അടുത്ത് തന്നെ ഇരുന്നിട്ട് തൊട്ടിൽ നമ്മളിങ്ങനെ ആട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾ എണീക്കില്ല. പിന്നെ കഫ് ഓതാൻ എങ്ങനെയും ഒരു 30-40 മിനിറ്റോളം 40 മിനിറ്റൊക്കെ വേണ്ടി വരും. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഒന്നിച്ച് തന്നെ നമ്മളെപ്പോലെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നിച്ച് തന്നെ ഓതണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് പാർട്ടായിട്ട് ഓതുകയും ചെയ്യാം കേട്ടോ. നമ്മൾ പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഇങ്ങനെ തന്നെ ചെയ്യണം എന്ന് നമ്മൾ അങ്ങനെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ ഇബാദത്തുകൾ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാ അല്ലാ ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.